എൻ്റെ സ്ഥലം മുക്തിയാർ കൊടുത്തത് ക്യാൻസൽ ചെയ്തതിൻ്റെ കേസാണ് തട്ടിപ്പ് കേസ്. വി ഡി സതീശൻ പറയുന്നത് തട്ടിപ്പ് കേസ്. എൻ്റെ പേരിൽ ആ കേസുണ്ട്. ആ കേസിൻ്റെ സിവിൽ കേസ് നടന്നു. ആ സിവിൽ കേസിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു. ക്രിമിനൽ കേസ് ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിധി വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എനിക്കെതിരെ ആ കേസുണ്ട്. സതീശനെതിരെയുള്ള കേസോ? കേൾക്കണ്ടേ? സതീശനെതിരെയുള്ള കേസ് എന്താണ്? ഒന്നാമത്തെ കേസ് സതീശന് ഇപ്പോൾ എനിക്കെതിരെ ലൈംഗികാരോപണമൊന്നുമില്ല. സതീശനെതിരെ ലൈംഗികാരോപണമുണ്ട്. ഉന്നയിച്ചത് സതീശൻ്റെ സഹപ്രവർത്തകനായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ ഭാര്യയാണ്. ഞാൻ ഇനി അത് അത്രയും അവിടെ അവസാനിപ്പിക്കും. കാരണം ആ കുടുംബത്തുമായി ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, വീഡിയോ ഉള്ളതാണ്. ആ സ്ത്രീയുടെ ആ വീഡിയോ സമൂഹബന്ധത്തിൽ പ്രചരിച്ചതാണ്. അതിനെ വ്യക്തിപരമായിട്ട് ആദരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ തപ്പിയെടുത്ത് ഞാൻ തരാം. ഒന്നാമത്തെ കാര്യം, എൻ്റെ പേരിൽ ഒരു ലൈംഗികാരോപണമൊന്നുമില്ല. ലൈംഗികാരോപണം നേരിട്ട നേതാവ് സതീശനാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, സതീശനെ സംബന്ധിച്ചില്ല പുനർജനി തട്ടിപ്പ് വന്നത്. അതിന് വിജിലൻസ് അന്വേഷണം നടന്നില്ലേ? ആ വിജിലൻസ് അന്വേഷണത്തിൽ സത്യത്തിൽ എന്താണ് വിജിലൻസ് കണ്ടെത്തി? വിജിലൻസ് പറഞ്ഞത് ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയം വിദേശ രാജ്യങ്ങളിൽ പോയി പണം പിരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, സെൻട്രൽ ഏജൻസി അന്വേഷിക്കേണ്ടി വരും. ആ ഒരു നിർദ്ദേശമാണ് DSP കൊടുത്തതെന്നാണ് ഈ കേസിൻ്റെ പുറകെ നടന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത്.